നമ്മളിപ്പോൾ ഇതിന് ഗോതമ്പോ അതുപോലെ ഉമ്മയോ കോഴിത്തീറ്റ ഒന്നും കൊടുക്കുന്നില്ല. ഫുള്ള് ജൈവം. ഇത് കഴിയുമ്പോൾ നമ്മൾ പുല്ല് വെട്ടിയിട്ട് കൊടുക്കും. അതായത് നമ്മൾ പശുവിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഈ കോഴികളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, കഴിഞ്ഞിടയ്ക്ക് നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു. നമ്മുടെ സ്ഥിരം കോഴി വീഡിയോ കാണുന്ന ഒരു പുള്ളി നമ്മുടെ കോസ്മോസ് അണ്ണൻ്റെ ഫാമിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്, അതൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മിഥുൻ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്ന് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് മിഥുനോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പോൾ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ. എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? ഫണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കോഴി ഫാമിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ കോഴിക്ക് ഇപ്പം വേനലായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ഇതിനും കൂടെ വന്ന് തിരിഞ്ഞ് നോക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുഖത്തൊക്കെ ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് വെള്ളത്തിനുള്ള സംഭവമെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇത് മെയിനായിട്ടും പച്ചിലകൾ തിന്നാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കോഴികൾ. അപ്പോൾ അതിലാദ്യമേ ഞങ്ങൾ കണ്ടോ വാഴയുടെ ഇല കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഏത്ത വാഴയുടെ ഇലയാണ്. അപ്പോൾ ഇതങ്ങ് വെച്ച് കൊടുത്ത പാത്രം നമുക്കറിയത്തുള്ളൂ. അത് തിന്ന് തീർക്കും. ഇത് മൊത്തം അത് തിന്ന് തീർത്തതാണ്. അതുപോലെ ഇപ്പം വേനലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇല സാധനങ്ങൾ സസ്യലതാദികളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. തണ്ണിമത്തനൊക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും. തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് തണ്ണിമത്തൻ തിന്നോളൂ. അത് അപ്പോൾ എടുത്തോ. വാഴയുടെ പിണ്ടി എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ കോസ്മോസ് അണ്ണൻ. നല്ല വലിയൊരു ഏത്തവാഴയാണ് ഗൈസ്. ഇത് നമ്മൾ മുട്ട് കൊടുക്കാത്തതുകൊണ്ട് ഈ സാധനം മറിഞ്ഞു വീണതാണ്. അതിന്റെ കൊലയല്ല അവിടെ കിടക്കുന്നത്. കത്തിക്ക് നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ ചോട് ഭാഗം ആയതുകൊണ്ട് കുറച്ച് പാടാണ് ഗൈസ് മുറിച്ചെടുക്കാൻ. ഏത്തവാഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാണുമല്ലേ. ഇത് ഇതിൻ്റെ ഭയങ്കര കട്ടിയാ. സാധാ വാഴ പോലല്ലേ, ഇച്ചിരി കനം കൂടുതലുണ്ടെന്ന് തോന്നല്ലേ. കനമുണ്ട്, ഇത് എടുക്കാനും കുറച്ച് പാടാ. കൊറേ വെട്ടേണ്ടി വരുന്നുണ്ടല്ലോ. അത് ഈ കത്തിക്ക് മൂർച്ച കുറവാ. ഇതെടുത്ത് പോക്കണമെങ്കിൽ ഇച്ചിരി പാട് പെടും അല്ലേ. അതെ, ഇതിങ്ങനെ കൊടുക്കല്ലേ, ഇത് കുറച്ച് ചെറുതാക്കണം. ഇനി ചെറുതാക്കുന്നില്ല. നമ്മളിത് എല്ലാവരും കൊടുക്കുന്ന പോലെ വെട്ടിക്കണ്ടിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല. നേരെ അങ്ങ് കൊടുക്കുക. ഓക്കെ, ഇപ്പം മുറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതിനെ മണ്ടയൊക്കെ മാറ്റണ്ടേ, വൃത്തിയാക്കണ്ടേ? ഇനിയിപ്പം ഇങ്ങനെ കുറെ നമ്മൾ പൊളിച്ച് കളയും. ഒത്തിരി പൊളിക്കുകയല്ല, എന്നാലും ഒന്ന് വൃത്തിയാക്കി എടുക്കുമല്ലേ. മുറിഞ്ഞില്ലല്ലോ, അടിയിൽ നിന്ന് ശരിക്കും വിട്ടിട്ടില്ല. നല്ല വെള്ളം ഉണ്ടല്ലോ, ജലാംശം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടല്ലോ അതിൻ്റെ അത്. അതുകൊണ്ട് തന്നെ ഇത് കോഴിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കൂടിയും ലാഭിക്കാം. അതെ, അവരുടെ ദാഹം ശമിക്കുകയും ചെയ്യും. നമുക്ക് മാറ്റിയിടാം. ഇതിനിപ്പോ ഒന്നിനും കൊള്ളത്തില്ലായിരിക്കും അല്ലേ. അങ്ങനെ എടുക്കാനൊന്നും പറ്റുമല്ല. പിന്നെ ഇത് വിത്തിനെടുക്കാം. അല്ല, ഇത് വേണം, അത് കഴിച്ചോളൂ. ഇതും കോഴി തിന്നുമോ? കോസ്മോസ് അണ്ണൻ വെറൈറ്റി രീതിയിലൊക്കെയാണ് കോഴിക്ക് ഫുഡ് കൊടുക്കുന്നത്. കോഴിയുടെ തല വണ്ടായി കൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫുഡ് വന്ന് വീഴുന്നത് അല്ലേ. എല്ലാത്തിനും ഒരു വെറൈറ്റി ഉള്ളൊരു മനുഷ്യനാണിത്. ഇതിപ്പോ ഇനിയിപ്പോ നല്ല രീതിയിൽ പൊളിച്ചെടുക്കണം. അതിന്റെ മൊത്തത്തിൽ അവനെ ഒന്ന് ഡ്രസ്സ് വരണമല്ലോ. വെളുത്ത് വരുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വെളുക്കണം.
ഈ വാഴ നൂല് വെച്ചൊക്കെ അല്ലേ നൂലുണ്ടാക്കുന്നത്? ഏയ് ചിലതൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടല്ലേ? ഇത് വെച്ച് പേപ്പറൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അല്ല, കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ യൂട്യൂബിലാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാനിരുന്നപ്പോഴത്തേക്കും ഈ വാഴപ്പിണ്ടി എല്ലാം കൂടെ ഒരു മിഷ്യൻ്റെ അകത്തേക്ക് കയറ്റി ഇടുന്നു. കുറച്ച് കഴിഞ്ഞ് വാഴപ്പിണ്ടി നൂലായിട്ട് വരുന്നു. പിന്നെ അത് നൂലങ്ങോട്ട് വന്ന് വേറൊരു മെഷീനിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് തുണിയായിട്ടൊക്കെ വരുന്നു. വാഴ കൊണ്ട് നമുക്ക് കുറേ പരിപാടിയൊക്കെ ചെയ്യാം. ഒരുപാട് അലങ്കാര പരിപാടിക്കൊക്കെ ഇത് ഉപയോഗിക്കാമല്ലോ. ഏകദേശം പൊളിച്ചു. ക്ഷേത്രങ്ങളിലൊക്കെ അലങ്കാര പരിപാടിക്കും പൂജയ്ക്കൊക്കെ ഈ വാഴപ്പിണ്ടിയുടെ ഇതെടുക്കാറുണ്ട്. ഇതും കൂടെ അങ്ങ് പൊളിച്ചെടുത്ത സംഭവം നല്ല കളർഫുള്ളായിട്ടുണ്ട്. കോഴിക്ക് കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും. നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കോഴിക്ക് ഇത് കൊത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് അവരെ കൊത്തി പറിച്ച് വെക്കും അല്ലേ? പറ്റുന്നത്ര നമ്മൾ ആഴത്തിൽ കുത്തുക, ഒന്ന് തിരിയുക. അതിലും ഭേദം ചതച്ചെടുത്താൽ മതി. എന്നാലും മതി. ചുറ്റിക ഉണ്ടെങ്കിൽ അങ്ങനെ ഇടിച്ചാലും മതി. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് ചുണ്ട് കയറ്റിയിട്ട് കൊത്തിയെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇല്ല ചുണ്ട് അതായിരിക്കും അല്ലേ? അതിക്രൂരമായിട്ടാണ് നമ്മുടെ കോസ്മോസ് അണ്ണൻ ആ വാഴേനെ വെട്ടിക്കീറുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യുക. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ ഇന്നത്തെ ദിവസം പിന്നെ ഇത് മതി. വേറെ കൊടുത്തില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതും കൊത്തി തിന്നോളൂ. ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ വട്ടം കണ്ടിച്ചിട്ട് പീസ് വീല് പോലെ ആക്കിയിട്ട് അത് കണ്ടിച്ചിട്ട് പിന്നെ ചെറിയ ചെറിയ കുനുകുന അരി അങ്ങനെ കൊടുക്കുന്നത് നല്ലത്. അങ്ങനെ കൊടുക്കുമ്പോ നമ്മുടെ സമയം നന്നായിട്ട് പോകും. പക്ഷെ എനിക്ക് അങ്ങനെ മെനക്കെടാനും സമയം കളയാനും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വളരെ എളുപ്പ വഴികളിലൂടെയാണ്. കോസ്മോസിന്റെ തന്നെ മെയിൻ ഉദ്ദേശം എല്ലാം എളുപ്പ വഴിയിൽ എങ്ങനെ ചെയ്യാം. അല്ല, ചില ആൾക്കാരൊക്കെ ഇത് നടുവെ ഇങ്ങനെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പൊ അവരിങ്ങനത്തെ ഇതൊന്നും. പക്ഷെ ചെറിയ കോഴിയൊക്കെ കൊടുക്കുമ്പോ നിങ്ങൾ മര്യാദക്ക് തന്നെ കൊടുക്കണം. ഇത് അത്യാവശ്യം ഇത് വലിയ കോഴിയാണ്. 4 മാസം പ്രായമൊക്കെ ആയ കോഴിയാ. മുട്ടയിടാറൊക്കെ ആയി വരുന്നു. ചിത്രപ്പണികളാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് വെട്ടി മുറിക്കരുത്. ഇതിങ്ങനെ കയറ്റിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യുക. എല്ലാ വശത്തും ഒരുപോലെ ഇങ്ങനെ കിട്ടൊക്കെ ഇത് ചെയ്യുന്നതായിരിക്കും ഒരു ഡിസൈനില് നല്ലത്. ഇത് കുറച്ച് വലുതാ. സത്യം പറഞ്ഞാൽ ഇത്ര നീട്ടത്തിൽ ഞാൻ കൊടുക്കാറില്ലാത്ത. എന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതല്ലേ. ഇത് പിന്നെ ലാസ്റ്റത്തെ അതിന്റെ എൻഡിങ്ങും കൂടെ അല്ലേ. ഇത് മൊത്തം ഈ കോഴി തിന്നതാ. ഇതിന്റെ ബാക്കി ഉണ്ടായിരുന്ന മൊത്തം. ഇത് മതിയല്ലോ. മതി. അപ്പൊ എല്ലാരും വേനൽക്കാലമൊക്കെയാണ് കോഴീനെ നോക്കി വളർത്തേണ്ട കാര്യമുണ്ട്. അവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ രോഗം വന്നാൽ പെട്ടെന്ന് തന്നെ മൃഗാശുപത്രിയിലൊക്കെ പോയി മരുന്ന് വാങ്ങി കൊടുക്കുക. നമ്മുടെ ഫാമിൽ ഓരോ കോഴിക്കും എണ്ണം കുറയാതെ അല്ലേ കൂടി വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇറക്കുന്നതാണ് പാൻ. കോഴിക്ക് ദണ്ടത് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ മിഥുൻ ബ്രോ വാഴപ്പിണ്ടി അതിലെ ഒരു സൈഡിൽ കൂടെ ഇറക്കി കൊടുക്കുകയാണ് കോഴിക്ക്. നിങ്ങൾ സൂക്ഷിക്കണം. ഈ കോഴികളൊക്കെ ഭയങ്കര അഗ്രസീവാണ്. കൊത്തൊക്കെ കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. കോഴികൾ പണി തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്.
യെസ്. അവര് പതുക്കെ കൊത്തി തിന്നുന്നുണ്ട് അതില്. ഇനിയിപ്പം നാളെ വന്ന് നോക്കി കഴിയുമ്പോൾ ഇതൊന്നും മൊത്തം കാണുമല്ലേ ഇവിടെ. തീരും. ആ നമ്മളിപ്പോൾ ഇതിന് ഗോതമ്പോ അതുപോലെ ഉമ്മയോ കോഴിത്തീറ്റ ഒന്നും കൊടുക്കുന്നില്ല. ഫുള്ള് ജൈവം. ഇത് കഴിയുമ്പോൾ നമ്മൾ പുല്ല് വെട്ടിയിട്ട് കൊടുക്കും. അതായത് നമ്മൾ പശുവിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഈ കോഴികളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം കൊടുക്കും, രാവിലെ പുല്ല് കൊടുക്കും, ഉച്ചയ്ക്ക് വാഴപ്പിണ്ടിയും വാഴയുടെ കൈയും, വൈകിട്ടാകുമ്പോൾ ഇതുപോലെ നമ്മൾ തന്നെ തണ്ണിമത്തനോ പഴത്തിൻ്റെ തൊലിയോ അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ തട്ടിക്കൊടുക്കും. പിന്നെ രാത്രിയിൽ വെള്ളം കൊടുത്ത് കൂട്ടിക്കയറ്റും. രാവിലെ ഇതുപോലെ പുല്ല് കൊടുക്കും, ഉച്ചയ്ക്ക് വാഴപ്പിണ്ടി, വൈകിട്ട് പച്ചക്കറി വേസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോഴി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. മനുഷ്യനാണ് കഴിച്ചത്. സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ കോഴികൾ തുറച്ചു നോക്കുന്നു. இந்த மாதிரி കോഴിയെ എങ്കേയും പത്തതില്ലേ. അതെ, ഇങ്ങനെ കോഴീനെ വളർത്തുന്നത് നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളൂ. അതായത് ഫുൾ പച്ചക്കറി വെജിറ്റേറിയൻ വെച്ചിട്ട്. വെജിറ്റേറിയൻ അതായത് വെജിറ്റേറിയൻ ആണ് എല്ലാവരും കോഴി കഴിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു പശുവിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ കോഴിയെ ഇങ്ങനെ ചോദിച്ച് നോക്കാമല്ലോ. അതാകുമ്പോൾ നമുക്ക് ചിലവില്ലല്ലോ. വാഴപ്പിണ്ടി നമുക്ക് ഇഷ്ടം പോലെ വാഴയുണ്ട് ഇവിടെ. വേസ്റ്റായി പോകുന്നൊരു വാഴ, കൊല വെട്ടുന്നൊരു വാഴ. ഇതുപോലെ ഒരു വാഴ നമുക്കുണ്ടെങ്കിൽ ഒരു 3 ദിവസം, 6 ദിവസം. ഈ ഒരു വാഴപ്പിണ്ടി 2 ദിവസം നിൽക്കും. അപ്പോൾ 6 ദിവസത്തേക്ക് ഇതിനുള്ള തിന്നാനായി ഒറ്റ വാഴ ഉണ്ടെങ്കിൽ. അതുപോലെ കുറച്ച് മറ്റേ പോതപ്പുല്ല്, ഇതിന് കൊടുക്കുന്ന പുല്ല് കുറച്ച് വെട്ടിയിട്ട് കൊടുക്കുക. ഇത്രയൊക്കെ മതി ഗൈസ്. നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടോ ആ ആക്രാന്തം കണ്ടോ കഴിക്കുന്നത്. മറ്റേ മനുഷ്യരൊക്കെ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെയാണ് വാഴപ്പിണ്ടി തിന്നുന്നത്. കൂട്ടത്തിൽ ആ ഉണ്ടാക്കി നിൽക്കുന്നവനാണ് ഇച്ചിരി കങ്കേമൻ. ആ കണ്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. മറ്റൊരു കോഴി വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഇതുപോലെ വെറൈറ്റി കാഴ്ചകളായിരിക്കും. എൻ്റെ ഫാമിൽ നിങ്ങൾക്ക് എന്നും വെറൈറ്റി കാഴ്ചകളായിരിക്കും കാണാൻ പറ്റുന്ന കാഴ്ച. അപ്പം എപ്പിക് ചിക്കൻ ഫാമിൻ്റെ 2 ഫാമുണ്ട് ഗൈസ്. നമുക്ക് ഇതേണ്ടേ ഒരുത്തൻ വെളിയിറങ്ങി ഗൈസ്. ഒരുത്തൻ അതിസാഹസികമായി അതിലൂടെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ റെയിൻബോ ബൂസ്റ്റർ കോഴീനെ പിടിച്ച് ഗൈസ്. പോ ഒരെണ്ണം അപ്പുറം പോയില്ലേ. ആ നീ ഞാൻ ഇതുവഴി വരാം. നീ അവനെ അതുവഴി ബ്ലോക്ക് ചെയ്യാം. അവനെ നീ അതിൻ്റെ അകത്ത് നിന്നോ. അവനെ ഓടിച്ച് അതിൻ്റെ അകത്തേക്ക് കയറ്റാം. ആ കിട്ടി. അപ്പോൾ ഈ ഫാമിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഫാമിലെ കാഴ്ചകളുമായിട്ട് കാണാം. അപ്പം ബൈ. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. അതുപോലെ ബെല്ലൈക്കൺ ചവിട്ടി പൊട്ടിക്കുക.